ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സോയ മുട്ടത്തോരനാണ് കേട്ടോ. സോയാബീനും മുട്ടത്തോരനും കൊണ്ടുള്ള തോരനാണ്. അതിനാവശ്യമായ സാധനം സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 3 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ള. പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 കഷ്ണം അല്ലി, വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചല്ലേ ഇടുള്ളൂ, അപ്പം വളരെ കുറച്ചാണ് ഇടുന്നത്. പിന്നെ വന്നിട്ട് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ മസാല കുറച്ച് പൊടിച്ചിട്ടുണ്ട്, കറിവേപ്പില. ഇത്രയാണ് നമ്മൾ സോയാബീൻ മുട്ടത്തോരൻ ആവശ്യ സാധനം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ചട്ടിക്കകത്ത് നേരത്തെ കടുക് വറുത്തതാണ് കേട്ടോ, അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവോള എല്ലാം ചോപ്പ് ചെയ്തിട്ട് കിട്ടും. നമ്മൾ വളരെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അതിനെക്കൊണ്ട് നമ്മൾ വളരെ കുറച്ച് കൊണ്ടുവരണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് തന്നെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ ഒന്നാകട്ടെ. ഇതിന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം കേട്ടോ, വലിയ ചീനച്ചട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ഞാൻ ഇപ്പോൾ 1/4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം. പച്ചമുളകിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരെണ്ണം, അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഈ പൊടികളൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു. നമ്മളെടുത്ത് വെച്ചിരുന്ന ഒരു മുട്ട എടുത്ത് വെച്ചിരിക്കണം. മുട്ട എടുത്ത് നമ്മൾ സോയാബീൻ വേവിച്ചിട്ട് അടിച്ചാണ് എടുത്തത് കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് എടുത്തേക്കണേ. അല്ലെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ മിക്സിയിൽ അടിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനായിട്ട് നല്ലൊരു തോരനാണ് കേട്ടോ. മുട്ട തോരൻ അടിപൊളി. അപ്പോൾ നമ്മുടെ മുട്ട ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെയും തോരൻ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന സോയാബീൻ. വെള്ളമൊന്നുമില്ല കേട്ടോ, വെള്ളമൊന്നുമില്ലാതെ നമ്മൾ അടിച്ചെടുത്തേക്കും.
പാത്രം തിന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ സോയ മുട്ട തോരൻ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് ചെയ്തുകൊണ്ടപ്പോൾ എൻ്റെ മൊബൈലിൽ ചാർജ് ചെയ്യുക. അങ്ങനെ ഇതാണ് നമ്മുടെ സോയാബീൻ മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടിനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയില്ലേ, ഗരം മസാല കുറച്ച് തൂക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. വേണമെങ്കിൽ ചേർക്കാതെ കേട്ടോ, അവിടെ കുറച്ച് ചേർക്കും. അപ്പോൾ നമ്മുടെ സോയ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടോ. മുട്ടയും സോയ എല്ലാം ഹെൽത്തി സാധനമല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. എൻ്റെ കുഞ്ഞിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്, ടാറ്റാ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു.